വിവാഹ തടസ്സം മാറ്റുവാനായി നടത്തുന്ന ഏറ്റവും ഉത്തമമായ കർമ്മമാണ് ഉമാമഹേശ്വര പൂജ. ദാമ്പത്യ കലഹം ഒഴിവാക്കാനും സന്തോഷകരമായ കുടുംബജീവിതത്തിനും ഉമാമഹേശ്വര പൂജയും ഉമാമഹേശ്വര വ്രതവും ഉത്തമമാണ്. മഹേശ്വരനും ഉമയും ഇടം വലം ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്താൽ ഫലപ്രാപ്തി പെട്ടെന്നുണ്ടാകും എന്നാണ് വിശ്വാസം. നല്ല ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്നവർ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഉമാമഹേശ്വര പൂജ നടത്തണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ പൂജ നടത്തുന്നതിലൂടെ ക്ഷുദ്രശക്തികളുടെയോ ഗ്രഹദോഷങ്ങളുടെയോ ഫലമായി ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതയും കലഹവും മനസംഘർഷവുമെല്ലാം പരിഹരിക്കപ്പെടും. രുദ്രസങ്കല്പത്തിൽ മഹേശ്വരനെയും അമ്മയായി ശ്രീപാർവതി ദേവിയെയും ആരാധിക്കുന്ന ഈ പൂജ ദമ്പതികൾക്ക് വിവേകവും ശാന്തിയും സമ്മാനിക്കുന്നതിനൊപ്പം അവരിൽ നിന്നും എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായ കാമ, ക്രോധ, ലോഭമോഹങ്ങളും മതമാത്സര്യങ്ങളും അകറ്റും. ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിക്കുന്ന ദിനം ഒരിക്കലുണ്ട്. മറ്റ് സമയങ്ങളിൽ ഫലമൂലാദികൾ കഴിച്ച് സഹശയനം ഒഴിവാക്കി ശുദ്ധമായ മനസ്സോടെ വ്രതമെടുക്കണം. അന്ന് വ്രതമെടുക്കാൻ കഴിയാത്തവർ ശിവനും ദേവിക്കും പ്രാധാന്യമുള്ള തിങ്കൾ, ചൊവ്വ, വെള്ളി, പൗർണമി ദിവസങ്ങളിൽ സൗകര്യപ്രദമായ ഒരു ദിവസം ഉമാമഹേശ്വര പൂജ നടത്തണം. അഷ്ടദള പദ്മത്തിലോ സ്വാസ്തിക പദ്മത്തിലോ ശിവനെയും പാർവതിയെയും പൂജിക്കുന്ന സമ്പ്രദായമാണ് ഉമാമഹേശ്വര പൂജ. ഉമാമഹേശ്വര പൂജ തുടർച്ചയായി 21 ദിവസം ചെയ്യാം. അല്ലെങ്കിൽ തിങ്കളാഴ്ച തോറും. അതിനും കഴിയില്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസവും ചെയ്യാം. വിവാഹ തടസ്സമോ ദാമ്പത്യ പ്രശ്നമോ നേരിടുന്നവർ പൂജ നടത്തുമ്പോൾ നിർബന്ധമായും അതിൽ പങ്കെടുക്കുകയും പൂജയിൽ സമർപ്പിക്കുന്ന നിവേദ്യ ഭാഗം കഴിക്കുകയും വേണം. ഈ പൂജയ്ക്കൊപ്പം സ്വയംവര പുഷ്പാഞ്ജലി, ഐക്യമത്യ സൂക്തം, ഭാഗ്യസൂക്തം, ജലധാര എന്നിവ നടത്തുന്നത് അതിവേഗം ഫലസിദ്ധിയേകും.